ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷമീർ, ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഫെറസ് മെറ്റലായ ടിന്നിനെ പറ്റിയും നിക്കലിനെ പറ്റിയും നിക്കൽ അലോയ്സിനെ പറ്റിയുമാണ്. ആദ്യമായി ടിൻ. ദ ടിൻ ഒക്യൂഴ്സ് ചീഫ്ലി ആസ് ടിൻസ്റ്റോൺ ഓർ കാസിറ്ററൈറ്റ്, വിച്ച് ഈസ് ഇറ്റ്സ് ഓക്സൈഡ്. It is also available in nodules, which are known as the stream tin. ടിന്നിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓറാണ് ടിൻസ്റ്റോൺ. ടിൻസ്റ്റോണിനെ കാസിറ്ററൈറ്റ് എന്നും പറയുന്നു. ടിന്നിൽ നിന്ന് പ്രധാനമായി നമുക്ക് ലഭിക്കുന്നത് ഓക്സൈഡ് ഫോമിലുള്ള ടിന്നിൻ്റെ ഓറായ ടിൻസ്റ്റോൺ അഥവാ കാസിറ്ററൈറ്റിൽ നിന്നുമാണ്. ടിൻസ്റ്റോൺ അഥവാ കാസിറ്ററൈറ്റ് നൊഡൂൾസ് രൂപത്തിലും ലഭിക്കുന്നു. നൊഡൂൾസ് രൂപത്തിൽ ലഭിക്കുന്ന ടിൻ സ്റ്റോണിനെ സ്ട്രീം ടിൻ എന്ന് പറയുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്നത് മാനുഫാക്ചറിങ് ഓഫ് ടിൻ ആണ്. ദ ഓർ ഈസ് ക്രഷ്ഡ് ആൻഡ് വാഷ്ഡ് ടു റിമൂവ് ഇംപ്യൂരിറ്റീസ്. ഇറ്റ് ഈസ് ദെൻ കാൽസിൻഡ് ഇൻ എ റിവോൾവിംഗ് കാൽസിനർ. ദ കാൽസിൻഡ് ഓർ ഈസ് അലൗഡ് ടു കൂൾ. ആഫ്റ്റർ കൂളിംഗ് ഇറ്റ് ഈസ് വാഷ്ഡ് വിത്ത് വാട്ടർ. ടിന്നിൻ്റെ ഓറിൽ നിന്നും ടിൻ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓറിൽ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസ്, അതായത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഓറ് പൊടിക്കുകയും പൊടിച്ച ഓറ് വാഷ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് റിവോൾവിംഗ് കാൽസിനറിൽ വെച്ച് ഈ ഓറിനെ കാൽസിൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് കാൽസിൻഡ് ഓറിനെ തണുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എയറിൻ്റെയോ ഓക്സിജൻ്റെയോ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കുന്ന പ്രവർത്തനത്തിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഈ കാൽസിൻഡ് ഓറ് തണുത്ത ശേഷം വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. ദ ലിക്വിഡ് ഈസ് അലൗഡ് ടു റെസ്റ്റ്. ദ റിഫൈൻഡ് ടിൻസ്റ്റോൺ കളക്ട്സ് അറ്റ് ദ ബോട്ടം ആസ് ഇറ്റ്സ് ഹെവി. ഇറ്റ് ഈസ് ദെൻ സ്മെൽറ്റഡ് ഇൻ എ ഫർണസ് വിത്ത് ആന്ത്രസൈറ്റ് കോൾ ആൻഡ് സാൻഡ്. ഇറ്റ് ഈസ് ഫൈനലി റിഫൈൻഡ് ഇൻ എ റിവർബറേറ്ററി ഫർണസ് ടു ഒബ്റ്റെയിൻ കൊമേഴ്ഷ്യലി പ്യുവർ ടിന്ന്. കാൽസിൻഡ് ഓറ് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലിക്വിഡ് അനക്കാതെ കുറച്ചു നേരം വയ്ക്കുന്നു. ടിൻ സ്റ്റോണിൻ്റെ ഭാരക്കൂടുതൽ കാരണം അവ താഴെ അടയുകയും ആ ടിൻ സ്റ്റോൺ നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്ത ടിൻ സ്റ്റോണ് ആന്ത്രസൈറ്റ് കോളും മണലും കൊണ്ട് ഒരു ഫർണസിൽ വെച്ച് ഉരുക്കിയെടുക്കുന്നു. അവസാനമായി റിവർബറേറ്ററി ഫർണസിൽ വെച്ച് ടിൻ സ്റ്റോണ് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി വാണിജ്യപരമായ പ്യുവർ ടിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ടിൻ ആണ്. ഇറ്റ് ഈസ് എ വൈറ്റ് മെറ്റൽ വിത്ത് ബ്രില്യൻ ലെസ്റ്റർ. നല്ല തിളക്കത്തോടു കൂടിയ വെള്ള നിറമുള്ള ഒരു മെറ്റലാണ് ടിന്ന്. ടിന്നിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 7.31 മെൽറ്റിംഗ് പോയിൻറ്റ് 231.5 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിൻറ്റ് 2260 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇഫ് എ ബാർ ഓഫ് ടിൻ ഈസ് ബെൻഡ് എ പെക്യുലർ നോയ്സ് ഒക്യൂഴ്സ് വിച്ച് ഈസ് സംടൈം നോൺ ആസ് ദ ക്രൈ ഓഫ് ടിൻ. ദ ക്രാക്കിംഗ് നോയ്സ് ഈസ് ഡ്യൂ ടു ദ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഓഫ് ക്രിസ്റ്റൽ സർഫസ്. ടിന്നിൻ്റെ ഒരു കമ്പി വളയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാകുന്നു. ചിലപ്പോഴൊക്കെ ഈ ശബ്ദത്തെ ക്രൈയിങ് ഓഫ് ടിൻ അഥവാ ടിന്നിൻ്റെ കരച്ചിൽ എന്ന് പറയുന്നു. ക്രിസ്റ്റൽ സർഫസിൻ്റെ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ മൂലമാണ് ടിന്നിൻ്റെ കമ്പി വളയ്ക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ബിക്കംസ് ബ്രിട്ടിൽ വെൻ ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് എബൌട്ട് 200 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് ഇവോല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഡ്രൈ എയർ. 200 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ ടിന്ന് പൊട്ടിപ്പോകുന്നു. ഡ്രൈ എയർ യാതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യാത്ത ടിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അലിഞ്ഞു ചേരുകയും ഹൈഡ്രജൻ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് അറ്റാക്ക്ഡ് ബൈ പ്യുവർ വാട്ടർ. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് മാലിയബിൾ. ഇറ്റ്സ് വിത്ത്സ്റ്റാൻഡ് കൊറോഷൻ ഡ്യൂ ടു ആസിഡ്. സോഫ്റ്റും മാലിയബിളുമായ ടിൻ പ്യുവർ വാട്ടറിനാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല. ആസിഡ് മൂലമുണ്ടാകുന്ന തുരുമ്പ് തടയുവാൻ
ടിന്നിന് സാധിക്കുന്നു. അടുത്തതായി നമുക്ക് ടിന്നിൻ്റെ ചില ഉപയോഗങ്ങൾ നോക്കാം. The tin is rarely used alone. It is used for plating, lining lead pipes, and for the preparation of alloys and solder. The pure tin is commercially used for making evaporating basins, infusion pots, etc. It is also used for giving a protective coating to the copper and iron utensils. ടിന്ന് റയറായി മാത്രമേ തനിച്ച് ഉപയോഗിക്കുന്നുള്ളൂ. പ്ലേറ്റിങ്ങിന് വേണ്ടിയും ലെഡ് പൈപ്പുകൾ ലൈനിങ്ങിന് വേണ്ടിയും വിവിധ തരത്തിലുള്ള അലോയ്സും ഷോൾഡറുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയും ടിൻ ഉപയോഗിക്കുന്നു. ഇവാപ്പറേറ്റിംഗ് ബേസിൻസുകളും ഇൻഫ്യൂഷൻ പോട്ട്സുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി പ്യുവർ ടിൻ കൊമേഴ്ഷ്യലി ഉപയോഗിച്ചു വരുന്നു. കോപ്പർ, അയൺ പാത്രങ്ങൾ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിന് വേണ്ടി ടിന്ന് ഉപയോഗിക്കുന്നു. ദ സ്റ്റീൽ ഷീറ്റ് coated with tin are used for making cans for food, fruits and milk industries. The tin foils are used for silvering of mirrors and for wrapping up cheese, chocolates, tobacco, toilet soaps, etc. വിവിധതരം ഫുഡുകളും ഫ്രൂട്ട്സുകളും മിൽക്ക് ഇൻഡസ്ട്രികളിൽ വിവിധതരം മിൽക്ക് പ്രൊഡക്റ്റുകളും സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി ക്യാനുകൾ നിർമ്മിക്കുന്നതിനായി ടിന്ന് കോട്ട് ചെയ്ത സ്റ്റീൽ ഷീറ്റുകൾ ഉപയോഗിക്കുന്നു. ചീസ്, ചോക്ലേറ്റ്, ടോയ്ലറ്റ് സോപ്പ്, പുകയില എന്നിവ പൊതിഞ്ഞു വയ്ക്കുന്നതിനും മിററുകൾ സിൽവറിംഗ് ചെയ്യുന്നതിനും ടിൻ ഫോയിൽസ് ഉപയോഗിക്കുന്നു. അടുത്തതായി നോൺ ഫെറസ് അലോയായ നിക്കലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ദ നിക്കൽ ഒക്കേഴ്സ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ മീറ്റിയോറൈറ്റ്സ്. ഇൻ കോമ്പിനേഷൻ ഇറ്റ് ചീഫ്ലി ഒക്കേഴ്സ് ആസ് സൾഫൈഡ് ഓർസ് ആൻഡ് സിലിക്കേറ്റ് ഓർസ്. The most important nickel ore is a mineral composed of magnetic iron ferrite with nickel. ഉൽക്കാശിലകളുടെ രൂപത്തിൽ നിക്കൽ ഭൂമിയിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. കമ്പൈൻഡ് ഫോമിൽ സൾഫൈഡ് ഓറുകളുടെയും സിലിക്കേറ്റ് ഓറുകളുടെയും രൂപത്തിലാണ് വളരെയധികമായി നിക്കൽ കാണപ്പെടുന്നത്. നിക്കലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഓറ് വളരെയധികം മിനറലുകൾ അടങ്ങിയ മാഗ്നറ്റിക് അയൺ ഫെറൈറ്റും നിക്കലും കൂടി ചേർന്ന ഒരു ഓറാണ്. മാനുഫാക്ചറിങ് ഓഫ് നിക്കൽ. സൾഫൈഡ് ഓറിൽ നിന്നും എങ്ങനെയാണ് നിക്കൽ വേർതിരിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ ഓർസ് ആർ ക്ലീൻഡ് ഓഫ് എർത്തി മാറ്റർ. ദ ആർ റോസ്റ്റഡ് ഇൻ ഹീപ്സ്. ദ റോസ്റ്റഡ് ഓർ ആർ സ്മെൽറ്റഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് along with limestone, quartz and coke. ഓറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് പോലെയുള്ള വസ്തുക്കൾ ക്ലീൻ ചെയ്തു കളയുകയും ഈ ക്ലീൻ ചെയ്ത ഓറ് റോസ്റ്റ് ചെയ്യുകയും റോസ്റ്റഡ് ഓറ് ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ച് ലൈംസ്റ്റോണ്, കോട്സ്, കോക്ക് എന്നിവയോടൊപ്പം ഉരുക്കിയെടുക്കുകയും ചെയ്യുന്നു. ദ മോൾട്ടൺ മിക്സ്ചർ ഓഫ് നിക്കൽ ആൻഡ് കോപ്പർ സൾഫൈഡ് collects at the bottom. It is led to Bessemer converter with basic lining. After treatment in converter, the metallic nickel is obtained by repeated smelting and electrolysis. നിക്കലും കോപ്പർ സൾഫൈഡും അടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള മിശ്രിതം താഴെ ശേഖരിക്കപ്പെടുന്നു. പിന്നീട് ബെസംബർ കൺവേർട്ടറിൽ വെച്ച് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യപ്പെടുകയും വീണ്ടും വീണ്ടും ഇതിനെ ഉരുക്കുകയും ഇലക്ട്രോലിസിസ് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് വഴി മെറ്റാലിക് നിക്കൽ ലഭിക്കുന്നു. അടുത്തതായി പ്രോപ്പർട്ടീസ് ഓഫ് നിക്കൽ. ഇറ്റ് ഈസ് എ ഗ്രേയിഷ് വൈറ്റ് ലസ്ട്രസ് മെറ്റൽ. തിളക്കത്തോടു കൂടി നരച്ച ഒരു വെള്ള നിറമുള്ള മെറ്റലാണ് നിക്കൽ. നിക്കലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 8.9 മെൽറ്റിംഗ് പോയിൻറ്റ് 1452 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിൻറ്റ് 2900 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇഫ് നിക്കൽ ഈസ് റെഡ് ഹോട്ട് ഇറ്റ് ക്യാൻ ഡീകമ്പോസ് സ്റ്റീം. ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ഫൈൻലി ഗ്രൗണ്ട് പൗഡർ ഫോം it may absorb hydrogen to the extent of about 17 times its volume. നിക്കൽ ചൂടാക്കി ഒരു ചുവന്ന നിറത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിക്കൽ നീരാവിയായി മാറുന്നു. നിക്കൽ വളരെ സൂക്ഷ്മമായി പൗഡർ ഫോമിലോട്ട് മാറ്റുകയാണെങ്കിൽ ഹൈഡ്രജനെ അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ വോളിയം 17 മടങ്ങ് ഇരട്ടിയാവുകയും ചെയ്യുന്നു.
It is capable of taking a high polish and can easily be welded. It is fairly resistant to the action of atmosphere and it become dull after a long time. നന്നായി മിനുസം വരുത്താൻ സാധിക്കുന്ന നിക്കൽ ഈസിയായി വെൽഡ് ചെയ്യാനും പറ്റുന്നു. അന്തരീക്ഷം മൂലമുണ്ടാകുന്ന പ്രവൃത്തികൾ ഒരുവിധം നിക്കൽ തടിയുമെങ്കിലും ഒരുപാട് കാലത്തിനു ശേഷം ഇത് മങ്ങിപ്പോകുന്നു. It is hard, malleable and magnetic. It is not attacked by fused alkalis. Its resistance to corrosion is high. It ranks below iron in electric conductivity. ഹാർഡും മാലേബിളും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഉള്ള നിക്കൽ ഫ്യൂസ്ഡ് ആൽക്കലീസിനാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല. തുരുമ്പ് പിടിക്കുന്നത് നല്ലതുപോലെ തടയുന്ന നിക്കലിൻ്റെ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതിലുള്ള സ്ഥാനം അയണിൻ്റെ താഴെയാണ്. അതായത് അയൺ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന അത്ര അളവിൽ നിക്കലിന് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ സാധിക്കുന്നില്ല. യൂസസ് ഓഫ് നിക്കൽ. ദ നിക്കൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ കോട്ടിംഗ് ഫോർ അതർ മെറ്റൽസ് ആൻഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അലോയ്സ് ലൈക്ക് ജർമ്മൻ സിൽവർ, നിക്കൽ സ്റ്റീൽ എക്സെട്ര. ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂസ് ഈസ് confined to the manufacture of chemical apparatus, crucible, electroplating parts of machines, domestic utensils, etc. മറ്റു മെറ്റലുകൾ കോട്ട് ചെയ്യുന്നതിനായാണ് നിക്കൽ വളരെയധികമായി ഉപയോഗിച്ചു വരുന്നത്. ജർമ്മൻ സിൽവർ, നിക്കൽ സ്റ്റീൽ പോലെയുള്ള അലോയ്കൾ നിർമ്മിക്കുന്നതിനും നിക്കൽ ഉപയോഗിച്ചു വരുന്നു. വീട്ടുപകരണങ്ങളുടെ നിർമ്മാണത്തിനും മെഷീനുകളിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ആവശ്യമായ പാർട്സുകളും കെമിക്കൽ ഉപകരണങ്ങളും ലോഹങ്ങൾ ഉരുക്കുന്നതിനായുള്ള പാത്രങ്ങളുടെ നിർമ്മാണത്തിനുമായി നിക്കൽ പ്രായോഗികമായി ഉപയോഗിക്കുന്നു. നിക്കലിൻ്റെ പ്രധാനപ്പെട്ട 2 അലോയ്കൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ മോണൽ മെറ്റൽ, സെക്കൻഡ് വൺ നിക്കൽ സിൽവർ. മോണൽ മെറ്റൽ. ദിസ് നിക്കലി അലോയ് contains about 65% nickel, 30% copper and 5% other metals like iron and manganese. മോണൽ മെറ്റൽ എന്ന നിക്കൽ അലോയിൽ 65% നിക്കലും 30% കോപ്പറും 5% അയണ്, മാംഗനീസ് പോലെയുള്ള മറ്റ് മെറ്റലുകളും അടങ്ങിയിരിക്കുന്നു. ഇറ്റ് പോസസ് ഗ്രേറ്റ് റെസിസ്റ്റൻസ് ടു കൊറോസീവ് ലിക്വിഡ്, ആസിഡ് എക്സെട്ര. ഇറ്റ്സ് retains its physical properties at considerable high temperatures. ലിക്വിഡ് മൂലവും ആസിഡ് മൂലവും ഉണ്ടാകുന്ന കൊറോഷൻ നല്ല രീതിയിൽ തടയുന്ന ഈ നിക്കൽ അലോയ് വളരെ ഹൈ ടെമ്പറേച്ചറിലും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുത്താതെ നിലകൊള്ളുന്നു. ദിസ് അലോയ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് ഈച്ച് ഗ്രേഡ് ഹാസ് specific use. It is mainly used for making tanks in food and chemical industries, valves, tubes, propeller shafts of ships, etc. വിവിധ ഗ്രേഡുകളിൽ മോണൽ മെറ്റൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓരോ ഗ്രേഡിനും പ്രത്യേകം ഉപയോഗങ്ങളുണ്ട്. ഫുഡ്, കെമിക്കൽ ഇൻഡസ്ട്രീസുകളിൽ ടാങ്കുകൾ നിർമ്മിക്കുന്നതിനും വാൾവുകളും ട്യൂബുകളും ഷിപ്പുകളുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നിർമ്മിക്കുന്നതിനും മോണൽ മെറ്റൽ ഉപയോഗിക്കുന്നു. Nickel silver. This is also known as German silver. It is a brass which the nickel is added. നിക്കലിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അലോയായ നിക്കൽ സിൽവർ ജർമ്മൻ സിൽവർ എന്നും അറിയപ്പെടുന്നു. ബ്രാസിലോട്ട് നിക്കൽ ആഡ് ചെയ്യുന്നത് വഴിയാണ് നിക്കൽ സിൽവർ ഉണ്ടാക്കുന്നത്. സാധാരണയായി നിക്കൽ സിൽവറിൽ 50 മുതൽ 80% വരെ കോപ്പറും 10 മുതൽ 30% വരെ സിങ്കും 20 മുതൽ 30% വരെ നിക്കലും അടങ്ങിയിരിക്കും. ദിസ് അലോയ് ഈസ് ഓഫ് സിൽവറി വൈറ്റ് കളർ ആൻഡ് ഇറ്റ് ഓഫേഴ്സ് ഗ്രേറ്റ് റെസിസ്റ്റൻസ് ടു ദ അറ്റ്മോസ്ഫിയറിക് കൊറോഷൻ ആൻഡ് ഓർഗാനിക് ആസിഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ്, യൂട്ടൻസിൽസ്, ടൈപ്പ്റൈറ്റർ പാർട്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓട്ടോമൊബൈൽ ഫിറ്റിംഗ്സ്, മറൈൻ ഫിറ്റിംഗ്സ്, ഫുഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. സിൽവറി വൈറ്റ് കളറുള്ള ഈ അലോയ് അറ്റ്മോസ്ഫിയറിക് കൊറോഷനും ഓർഗാനിക് ആസിഡിനെയും നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നു. സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സും പാത്രങ്ങളും ടൈപ്പ് റൈറ്ററിൻ്റെ ഭാഗങ്ങളും സംഗീത ഉപകരണങ്ങളും ഓട്ടോമൊബൈൽ ഫിറ്റിംഗ്സും മറൈൻ ഫിറ്റിംഗ്സും ഫുഡ് ഹാൻഡിൽ എക്യുപ്മെൻറ്റ്സും ഉണ്ടാക്കുന്നതിനായി നിക്കൽ സിൽവർ ഉപയോഗിച്ചു വരുന്നു.
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നോൺ ഫെറസ് മെറ്റലായ ടിന്നിനെ പറ്റിയും നിക്കലിനെ പറ്റിയും നിക്കലിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അലോയ്സ് ആയ മോണൽ മെറ്റലിനെ പറ്റിയും നിക്കൽ സിൽവറിനെ പറ്റിയുമാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.